ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പൊതുവെ ഡെയിലി യൂസ് ചെയ്യുന്ന മലയാളം സെൻറ്റൻസസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാറുള്ള മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതെന്തിനാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കി സംസാരിച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ബേസിക് ആയിട്ടുള്ള ഗ്രാമറൊക്കെ പഠിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അപ്പം കുറച്ച് ടൈം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഓൾറെഡി കേരളത്തിന് പുറത്താണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് എങ്കിലും അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നോർമലി നമ്മൾ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസസ് ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് ഇതുപോലെ 25 യൂസ്ഫുൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ്, വേർഡ്സ്, ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളിപ്പോൾ തിരക്കിലാണ്, ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ഈ വീഡിയോ കണ്ടതാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കയറി നോക്കിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണണ്ട, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്ന ആ സമയത്ത് കണ്ടാൽ മതി. കാണുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ സെൻറ്റൻസസ് ഇതിപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കണം, നമുക്കിത് കാണാതെ പഠിക്കണം. അപ്പം അങ്ങനെ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൂടി പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പതിയും. സോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീടായാലും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ വന്ന് കാണേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇസ് ഞാൻ സാധാരണ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താ, ഞാൻ സാധാരണ നേരത്തെ എഴുന്നേൽക്കും അല്ലേ. അപ്പം സാധാരണയായിട്ട് അല്ലെങ്കിൽ പൊതുവെ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ മിക്കവരും ബേസിക് ലെവൽ സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ വലിയ വലിയ വാക്കുകൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട, ചെറിയ വാക്കുകൾ യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട്, പൊതുവെ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂഷ്വലി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കും എന്ന് പറയാനായിട്ട് ഐ യൂഷ്വലി എന്ന് പറഞ്ഞ് നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് എന്ത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴും ഐ യൂഷ്വലി എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി എന്ന് പറയേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. ഐ യൂഷ്വലി എന്ന് പറഞ്ഞാൽ മതി. ഐ യൂഷ്വലി വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ സാധാരണയായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഐ യൂഷ്വലി വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി അടുത്ത്, എനിക്ക് അവനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല. എനിക്ക് അവനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല എന്ന് എങ്ങനെ പറയും? അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിം. അധികം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ മച്ച് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അറിയില്ല എന്ന് പറയാനാണ് ഡോണ്ട് നോ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, മച്ച് അബൌട്ട് ഹിം, അധികം അറിയില്ല. ഓക്കെ, സോ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിം, അവനെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയില്ല. ഇനി അടുത്ത സെൻറ്റൻസ്, നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു അല്ലെ, എനിക്ക് തോന്നുന്നു, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്. നീ പറഞ്ഞത് ശരിയാണെന്ന്, വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. നീ എന്താണോ പറഞ്ഞത് അത് ശരിയാണ്. സോ ഐ തിങ്ക് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ പറയുമ്പോൾ സെൻറ്റൻസസ് എൻ്റെ കൂടെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആവും കേട്ടോ. സോ നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ഐ തിങ്ക് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ഇനി അടുത്തത്, എനിക്ക് ആ സിനിമ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ കാണാൻ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെങ്ങനെ പറയാം? എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാനായിട്ട് ഐ വുഡ് ലവ് ടു എന്ന് നമുക്ക് പറയാം. ഐ വുഡ് ലവ് ടു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ഹാവ് എൻ ഐസ്ക്രീം. അല്ലെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ലിസൺ ടു മ്യൂസിക്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു റീഡ് എ ബുക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയാനായിട്ട് ഐ വുഡ് ലവ് ടു എന്നുള്ള ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ എനിക്ക് സിനിമ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ ഐ വുഡ് ലവ് ടു വാച്ച് ദാറ്റ് മൂവി. എനിക്ക് ആ സിനിമ കാണാൻ ആഗ്രഹമുണ്ട്, ഐ വുഡ് ലവ് ടു വാച്ച് ദാറ്റ് മൂവി. ഐ വുഡ് ലവ് ടു വാച്ച് ദാറ്റ് മൂവി. ഇനി അടുത്തത്, എനിക്കവനെ വർഷങ്ങളായിട്ട് അറിയാം. എനിക്കവനെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പോഴും അറിയാം, നേരത്തെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് നോൺ ഹിം. ഐ ഹാവ് നോൺ ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അറിയാം. ഇപ്പം അറിയാം എന്നുള്ളത് മാത്രമല്ല നമ്മൾ പറയുന്നത്, പണ്ട് തൊട്ടേ അറിയാം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐ നോ ഹിം എന്ന് പറയാതെ ഐ ഹാവ് നോൺ ഹിം എന്ന് പറയുന്നത്. സോ ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ മെനി ഇയേഴ്സ്. എനിക്ക് അവനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഐ ഹാവ് നോൺ ഹിം ഫോർ മെനി ഇയേഴ്സ്. ഐ നോ ഹിം എന്ന് വെച്ചാൽ എനിക്ക് അവനെ അറിയാമെന്നേ ഉള്ളൂ.
പക്ഷെ കുറേ നാളായിട്ട് അറിയാമെന്ന് പറയണമെങ്കിൽ ഐ ഹാവ് നോൺ ഹിം എന്ന് തന്നെ പറയണം. സോ എനിക്ക് അവനെ കുറേ നാളായിട്ട് അറിയാം. ഐ ഹാവ് നോൺ ഹിം ഫോർ മെനി ഇയേഴ്സ്. ഇനി അവൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അവൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും. അതിപ്പോൾ അവൾക്കായാലും എനിക്കായാലും അവനായാലും നമ്മൾ ക്യാൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഐ ക്യാൻ, അവൾക്ക് കഴിയുന്നതാണെങ്കിൽ ഷീ ക്യാൻ, അവർക്ക് കഴിയുന്നതാണെങ്കിൽ ദേ ക്യാൻ. സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ അവൾക്ക് കഴിയും എന്ന് പറഞ്ഞ് വേണം ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ അവൾക്ക് കഴിയും നമ്മൾ എങ്ങനെ പറയാം? ഷീ ക്യാൻ. ഇനി അവൾക്ക് എന്ത് കഴിയും എന്നാണ്? ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, WELL, വെൽ, നന്നായിട്ട്. സോ ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും. അടുത്ത സെൻറ്റൻസ്, ഞാൻ അവിടെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയാണെന്ന് പറയാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ ഐ എം തിങ്കിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഫ്രേസ് പറയാം, അല്ലെങ്കിൽ ഐ എം പ്ലാനിങ് ടു എന്ന് പറഞ്ഞിട്ട് പറയാം. ഇപ്പം ഞാൻ അവിടെ പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് ദെയർ, അല്ലെങ്കിൽ ഐ എം പ്ലാനിങ് ടു ഗോ ദെയർ. വ്യത്യാസം മനസ്സിലായോ? തിങ്കിങ് ഓഫ് വരുമ്പോൾ ഗോയുടെ കൂടെ ING ഉണ്ട്, പ്ലാനിങ് ടു വരുമ്പോൾ അതില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് ഹാവിങ് എ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഐ എം പ്ലാനിങ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയാണെന്ന് പറയാനായിട്ട് എങ്ങനെയൊക്കെ പറയാം? ഐ എം തിങ്കിങ് ഓഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ എം പ്ലാനിങ് ടു യൂസ് ചെയ്യാം. സോ ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് ദെയർ, അല്ലെങ്കിൽ ഐ എം പ്ലാനിങ് ടു ഗോ ദെയർ. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ ഇതിനകം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഞാൻ മുന്നേ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയാണ് പറയാം? നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ ഓൾറെഡി എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇവിടെ ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ ആയതുകൊണ്ട് ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഫുഡ്. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഫുഡ്. അപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യാം? ഹാസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്നാണെങ്കിൽ ഹി ഹാസ് ഓൾറെഡി ഹാഡ് ഫുഡ് എന്ന് പറയാം. അതല്ല, നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഐ, യു എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഫുഡ്. അത്രേ ഉള്ളൂ. സോ ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഫുഡ്. ഇനി അവൻ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നു. അവൻ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നു. അപ്പോൾ ഒരാളൊരു കാര്യം വാക്ക് തന്നു, അവൻ വാക്ക് തന്നു നമ്മൾ എങ്ങനെ പറയും? ഒരാളൊരു കാര്യം വാക്ക് തന്നു അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു എന്ന് പറയാനായിട്ട് പ്രോമിസ്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അപ്പം അവൻ ഓൾറെഡി, അല്ലെങ്കിൽ അവൻ അത് എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ വാക്ക് തന്നു എന്ന് പറഞ്ഞ് വേണം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ? സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ അവൻ വാക്ക് തന്നു നമ്മൾ എങ്ങനെ പറയാം? ഹി പ്രോമിസ്ഡ് എന്ന് പറയണം. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ വാക്ക് തന്നു എന്നാണെങ്കിൽ ഐ പ്രോമിസ്ഡ്. അവൻ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നു, ഹി പ്രോമിസ്ഡ് ടു ഹെൽപ്പ് മീ. അവൻ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നു, ഹി പ്രോമിസ്ഡ് ടു ഹെൽപ്പ് മീ. ഇനി അടുത്തത്, എനിക്കതിൽ യാതൊരുവിധ സംശയവുമില്ല. എനിക്കതിൽ യാതൊരുവിധ സംശയമില്ല. ഇതെങ്ങനെയാ പറയാ? എനിക്ക് സംശയമില്ല എന്നെങ്ങനെ പറയും? ഐ ഹാവ് നോ ഡൗട്ട് എന്ന് പറയും. ഐ ഹാവ് നോ ഡൗട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒരു സംശയമില്ല എന്നാണ് അർത്ഥം. അപ്പം എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു സംശയമില്ല എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ എന്നൊക്കെ പറയണമെങ്കിൽ ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എനിക്കതിനെപ്പറ്റി യാതൊരുവിധ സംശയമില്ല. അടുത്ത സെൻറ്റൻസ് നോക്കാം. മഴ പെയ്യാൻ പോകുവാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് അല്ലേ? മഴ പെയ്യാൻ പോകുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെ പറയും? ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട്. ഓക്കെ, കണ്ടിട്ട്. ഇപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ് അകത്ത്, ഞാൻ പുറത്ത് നോക്കുമ്പോൾ ഇരുണ്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയാനായിട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു, ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഹീ ഈസ് സാഡ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഹീ ഈസ് സാഡ് എന്ന് വെച്ചാൽ എന്താ? അവനെ കണ്ടിട്ട് വിഷമമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തിനെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാനായിട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അടുത്ത സെൻറ്റൻസ് ആണ്, ഞാൻ മുമ്പ് ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്.
അപ്പം ഇവിടെ നമ്മളൊരു കാര്യം നേരത്തെ എപ്പോഴോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മുമ്പ് പോയിട്ടുണ്ട്, ഇപ്പം അത് ഇപ്പോഴത്തെ കാര്യം ഒന്നുമല്ല, മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യം നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഐ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ മുമ്പ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഐ ഹാവ് ബീൻ ടു ദിസ് പ്ലേസ് ബിഫോർ. സോ ഇവിടെ മുമ്പ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ബിഫോർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോ എന്നുള്ള വാക്ക് എവിടെയും കാണാനില്ലല്ലോ എന്ന്. സോ ഗോ എന്നുള്ള വാക്ക് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് നമ്മളൊരു സ്ഥലത്ത് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ബീൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പോയി പക്ഷെ തിരിച്ച് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലിയർലി നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ എപ്പോഴോ പറയാണ് ഞാൻ മുൻപ് ഇവിടെ പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബീൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഐ ഹാവ് ബീൻ ടു ദിസ് പ്ലേസ് ബിഫോർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ സ്ഥലത്ത് മുൻപ് പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ദിസ് പ്ലേസ് ബിഫോർ. ഇനി അവൾ എന്നെ വിളിക്കാൻ മറന്നു. അപ്പോൾ അവളൊരു കാര്യം ചെയ്യാൻ മറന്നു. സോ അവൾ എന്നെ വിളിക്കാൻ മറന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു കാര്യം ഒരാൾ മറന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഫൊഗോട്ട് എന്നാണ് പറയുന്നത്. മറക്കുക എന്നുള്ളതിന് ഫൊഗെറ്റ് എന്നും മറന്നു എന്ന് പറയുമ്പോൾ ഫൊഗോട്ട് എന്നുമാണ് യൂസ് ചെയ്യുന്നത്. സോ അവൾ എന്നെ വിളിക്കാൻ മറന്നു എന്നുള്ളതിന് ഷീ ഫൊഗോട്ട് ടു കോൾ മീ എന്ന് നമുക്ക് പറയാം. അവൾ എന്നെ വിളിക്കാൻ മറന്നു, ഷീ ഫൊഗോട്ട് ടു കോൾ മീ. ഇനി അടുത്തത്, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുക? നമ്മളത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യും. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ഔട്ട്. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഹാവ് ടീ. സോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് താല്പര്യമില്ല എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് എങ്ങനെ പറയും? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. സോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് നൗ, അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് നൗ. ഇനി അടുത്തത്, ഞങ്ങൾ ഇന്നലെ രാത്രി വൈകി സംസാരിച്ചു. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആകുന്നത് വരെ സംസാരിച്ചു. ഞങ്ങൾ ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആകുന്ന വരെ സംസാരിച്ചു എന്ന് എങ്ങനെ പറയും? നമുക്കിങ്ങനെ പറയാം, വി ടോക്ഡ് അൺടിൽ ലേറ്റ് നൈറ്റ് യെസ്റ്റർഡേ. വി ടോക്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ സംസാരിച്ചു എന്നാണ്. അൺടിൽ ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി രാത്രി ആകുന്നത് വരെ നമ്മൾ സംസാരിച്ചു എന്നാണ്. സോ വി ടോക്ഡ് അൺടിൽ ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആകുന്നത് വരെ സംസാരിച്ചു. ഇനി അടുത്തത്, അവൻ പൊതുവെ ഇവിടെ വരാറില്ല. ഇതെങ്ങനെ പറയും? അവൻ പൊതുവെ ഇവിടെ വരാറില്ല. നമുക്ക് വേണമെങ്കിൽ ഹി ഡസൻറ്റ് കം ഹിയർ എന്ന് പറയാം. അവൻ ഇവിടെ വരാറില്ല. ഇനി പൊതുവെ എന്ന് പറയണമെങ്കിൽ, എടുത്തു പറയണമെങ്കിൽ ഹി ഡസൻറ്റ് യൂഷ്വലി കം ഹിയർ എന്ന് പറയാം. ഇവിടെ എന്തിനാണ് ഡസൻറ്റ് യൂസ് ചെയ്തത്? അതായത് ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കുക, അതിപ്പോൾ അവനാകാം, അവളാകാം, ആരും ആകാം, ഒരാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ പൊതുവെ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹി ഡസൻറ്റ് യൂഷ്വലി കം ഹിയർ. അവൻ ഇവിടെ പൊതുവെ വരാറില്ല. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതെങ്ങനെ പറയും? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കറിയില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഡോണ്ട് നോ എന്ന ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പൊതുവെ അറിയില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണമെന്ന്, വാട്ട് ടു ഡു. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇനി അടുത്തത്, നമുക്ക് ഈ വിഷയം പിന്നീട് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാം എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഡിസ്കസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അല്ലേ? ഡിസ്കസ്. സോ നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം എന്നെങ്ങനെ പറയാ? വി ക്യാൻ ഡിസ്കസ് ദിസ് ടോപ്പിക്, ഈ വിഷയം, ഡിസ്കസ് ദിസ് ടോപ്പിക് ലേറ്റർ. പിന്നീട് എന്ന് പറയുമ്പോൾ ലേറ്റർ. യു ക്യാൻ ഓൾസോ യൂസ് ആഫ്റ്റർവേർഡ്സ്, പക്ഷെ ലേറ്റർ ബെറ്റർ ആണ്. സോ വി ക്യാൻ ഡിസ്കസ് ദിസ് ടോപ്പിക് ലേറ്റർ. നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. വി ക്യാൻ ഡിസ്കസ് ദിസ് ടോപ്പിക് ലേറ്റർ. ഇനി അടുത്തത്, അവൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. അവൾക്ക് അല്ലെങ്കിൽ അവന് ഒരാളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഹീ ലൈക്സ്, ഷീ ലൈക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഷീ ലൈക്സ് ലേണിംഗ് ന്യൂ തിങ്സ്. അവൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ലേണിംഗ് ന്യൂ തിങ്സ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് ആണ്, ഞാൻ ജോലി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ശ്രമിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ ഐ എം ട്രൈയിങ് എന്ന് പറയാം. ഐ എം ട്രൈയിങ് ടു. ഫോർ എക്സാമ്പിൾ, ഐ എം ട്രൈയിങ് ടു കംപ്ലീറ്റ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഐ എം ട്രൈയിങ് ടു ഡ്രോ സംതിങ്. ഞാൻ ഒരു കാര്യം വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഐ എം ട്രൈയിങ് ടു റീഡ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുകയാണ്.
സോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ട്രൈങ് ടു എന്ന ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ജോലി തീർക്കാൻ ശ്രമിക്കുകയാണ്, ഐ എം ട്രൈങ് ടു കംപ്ലീറ്റ് മൈ വർക്ക്. ഇനി എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ നമ്മൾ പറയും? ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് ദാറ്റ്. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒരാൾക്കൊരു കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് എന്നുള്ള വാക്കിന് പകരം പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഹാർഡാണ് അല്ലേ? അപ്പം എനിക്ക് ഒരാളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് എന്ന് പറയാം. ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് ദാറ്റ്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് യു. അല്ലെങ്കിൽ അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് വാട്ട് ഹി സെഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് ദാറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ എങ്ങനെ പറയും? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പം അങ്ങനെ വേണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പം എനിക്ക് എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി സെഡ് ദാറ്റ്. അവൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ വൈ എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവനത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി സെഡ് ദാറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ മുൻപ് ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല എന്ന് എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് തിങ്ക് എന്ന് പറയാം. അപ്പം ഇതിനു മുൻപേ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഹാവിൻ തോട്ട് ദിസ് വേ ബിഫോർ. ഞാൻ ഇങ്ങനെ ഇതിനു മുന്നേ ചിന്തിച്ചിരുന്നില്ല. ഐ ഹാവിൻ തോട്ട് ദിസ് വേ ബിഫോർ. ഞാൻ ഇതിനു മുൻപേ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഇനി അടുത്ത്, നമ്മൾ സമയം പാഴാക്കരുത്. ഇതെങ്ങനെ പറയും? നമ്മൾ സമയം പാഴാക്കരുത്. അത് നമുക്ക് വി ഷുഡൻറ്റ് വേസ്റ്റ് ആർ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ വി ഷുഡൻറ്റ് വേസ്റ്റ് ടൈം. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനായിട്ട് നമ്മൾ ഷുഡ് നോട്ട് അല്ലെങ്കിൽ ഷുഡിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സമയം പാഴാക്കരുത് എന്ന് പറയുമ്പോൾ ഷുഡിൻറ്റ് വേസ്റ്റ് ടൈം എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ സമയം പാഴാക്കരുത്, വി ഷുഡൻറ്റ് വേസ്റ്റ് ടൈം. ഇനി അടുത്ത്, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും എന്ന് എങ്ങനെ പറയും? എവ്രിതിങ് വിൽ ഗോ ആസ് പ്ലാൻഡ്. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും. അപ്പോൾ ഇവിടെ നടക്കും എന്നുള്ളതിന് എന്തിനാണ് ഗോ എന്ന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനൊരു നല്ല ഓൾട്ടർനേറ്റീവ് ആണ്. നമുക്ക് വേണമെങ്കിൽ എവ്രിതിങ് വിൽ ഹാപ്പൻ ആസ് പ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ എവ്രിതിങ് വിൽ ഗോ ആസ് പ്ലാൻഡ് എന്ന് പറയുന്നതാണ്. സോ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും, എവ്രിതിങ് വിൽ ഗോ ആസ് പ്ലാൻഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 25 നോർമലി നമ്മൾ യൂസ് ചെയ്യാറുള്ള കോമൺ മലയാളം സെൻറ്റൻസസും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമാണ്. ഒരിക്കലും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിങ്ങനെ പഠിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പുറത്താണ്, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചേ പറ്റുള്ളൂ, ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ആരെങ്കിലും ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനലിൽ കൊടുത്തിരിക്കുന്ന മറ്റു വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്തു തരണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങളത് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, this is Revati Krishnan signing off from English Mitra. Have a peaceful day. English Mitra. Stop worrying, start learning.